ആ കേറി 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 ആ കേറി ഞാൻ എങ്ങോട്ട് അറിഞ്ഞാലേ കേറത്തുള്ളോ? എന്നെ ഇച്ചിരി സ്നേഹത്തോടെ വിളിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. ഇങ്ങനെ വിളിക്കുന്ന ഇഷ്ടമല്ല. ഞാൻ നിന്റെ പേരിലൊരു ഒരു ഐലൻഡിലൊരു വീടങ്ങ് വാങ്ങി. ആര്? നീയും വാഴയോ? അല്ല, നീയും വാഴയും. ഒരു കൊരങ്ങന്റെ സ്റ്റാച്ചു വെക്കുന്നുണ്ട്. നിന്റെ അച്ഛന്റെ ഫോട്ടോ വെക്കുന്നുണ്ടോ ഇവിടെ? വെക്കാനെങ്കിൽ എനിക്ക് തന്തയുണ്ട്. ഭാഗ്യം. ഇതിലേതേലും ഒരെണ്ണം തുറന്നു നടക്കുവോ? ദൈവമേ, ഒരു ആർപിയാനാണ് ദൈവമേ. ഇതിന് ഒരെണ്ണം അൺലോക്ക് ചെയ്ത് തരും. 5000 കോടിക്ക് ലേലം വിളിച്ചാണ് ഞാൻ ലോറയ്ക്ക് വേണ്ടി മേടിച്ചത്. കണ്ണപ്പി നിന്നെ കരയിക്കും കേട്ടാ. ഞാൻ ഇച്ചിരി ഇമോഷണൽ ആയി പോവും. ആരെങ്കിലും വാങ്ങിയൊന്നും തന്നിട്ടില്ല. അയ്യോ, അങ്ങനെ ഇതൊക്കെ എന്ത് ലോറ? 1000 കോടി എന്നൊക്കെ പറഞ്ഞത് എന്റെ ഈ മുടി ഒരെണ്ണം പറിച്ചു കളയുന്നതല്ലേ എനിക്കുള്ളു. ദൈവം, ഇജാതി ടൈമിങ് കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. ഹലോ, ഇങ്ങോട്ടൊന്ന് വിളിക്കാൻ കൈ പൊങ്ങത്തില്ലേ? എന്ത് പറ്റി? ഹലോ, ഇങ്ങോട്ടൊന്ന് വിളിക്കാൻ കൈ പൊങ്ങത്തില്ലേന്ന്. കൈതട്ടി വിളിച്ചായിരിക്കും ലോറ. എന്ത് പറ്റി? അങ്ങനെയല്ല, നിനക്ക് ഇങ്ങോട്ടൊന്ന് വിളിക്കാൻ കൈ പൊങ്ങത്തില്ലേന്ന്. അല്ല, നിന്റെ കൈ പൊങ്ങത്തില്ലേ? എടി ഇല്ല, പൊങ്ങത്തില്ലടാ. സൗകര്യമില്ല പൊക്കാൻ. ആണോ? എന്റെ കൈയും കാലും എല്ലാം പൊങ്ങോടി. എന്നിട്ട് ഞാൻ മനഃപൂർവ്വം വിളിക്കാൻ ചെയ്യാം. നിന്റെ കയ്യിലിരിപ്പുണ്ട്. ആണടി, നീ തെക്കോട്ട് നോക്കിയിരുന്നോ? തെക്കോട്ട് നോക്കിയിരുന്നോ? എടി നിന്നെ എന്റെ പട്ടി വിളിക്കടി. പോടി പോടി മണ്ണുണ്ണി മണ്ണുണ്ണി. അവളെന്താ എന്നെ വിളിച്ചേ? അവളെന്താടി എന്നെ കൊണ്ടല്ലേ പുണ്ടേ. കള്ളംപുറ ക്യാമ്പ്. പൊതിച്ചോറേ, ഒരാള് മാറിയാ ഇവര് തരം. ഹലോ, ആള് മാറിയാ? എടി സരസമ്മേ, ഇറങ്ങടി. ഒന്ന് ചെരുപ്പൂരിട്ടെ. നീ ആദ്യം ചെരുപ്പൂരിട്ടെ. അന്നപ്പൊക്കോ 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 അന്നപ്പൊക്കോ. ഞാനാ പറയുന്നത് അന്നപ്പൊക്കോ അന്നപ്പൊക്കോ. അന്ന പോയി കഴിഞ്ഞാൽ ഞാൻ അന്ന പോയില്ലേ വെടിവെച്ചല്ലോ ഞാൻ. വണ്ടി എടുത്തോ വണ്ടി എടുത്തിട്ടോ വണ്ടി എടുത്തിട്ടോ. കേറി 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 ആ കേറി. ഞാൻ എങ്ങോട്ട് അറിഞ്ഞാലേ കേറത്തുള്ളോ? എന്നെ ഇച്ചിരി സ്നേഹത്തോടെ വിളിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. ഇങ്ങനെ വിളിക്കുന്ന ഇഷ്ടമല്ല. ഓ, അതിന് എനിക്ക് പെണ്ണുപിള്ള ഇല്ലല്ലോ. നീ തെക്കോട്ട് നോക്കിയിരുന്നോ? നിനക്ക് കിട്ടും ഒരു ചെക്കൻ, മനസ്സിലായോ? തെക്കോട്ട് നോക്കി ഇങ്ങനെ കറങ്ങിയിരുന്നോ നീ? നീ തെക്കും വടക്ക് നോക്കി എന്നിട്ട് കാര്യമില്ല, നിനക്ക് കിട്ടത്തേ ഇല്ല. എടി 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 എടി. എന്റെ ഈ പെമ്പിള്ളേരെ ഇങ്ങനെ ഇതായിട്ട് പറയുന്ന ഒരു പേര് പറഞ്ഞേ എന്തേലും പറഞ്ഞാ എന്തേലും. ഹലോ, അല്ല ഈ 2 ദിവസം എന്തായിരുന്നു? കൈ പൊങ്ങത്തില്ലായിരുന്നു നിനക്ക്? കൈക്ക് തളർച്ചയായിരുന്നോ? ഞാൻ അറിയാൻ ചോദിച്ചോട്ടെ, നീ അറിഞ്ഞ് നിന്നെ കാണിച്ചോട്ട് നിന്നെ അന്വേഷിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഓ, അങ്ങനെ. എന്തെങ്ങനെ? അല്ല, അന്വേഷിക്കണമല്ലോ. കൊണ്ടുപോയല്ലേ? ഞാൻ ഒരു സർപ്രൈസ് തരാനായിട്ടാ നിന്നെ ഇതാക്കിയത്. എന്താക്കിയത്? വണ്ടി കയറ്റിയത്. വല്ലയിടത്തും കൊണ്ടിട്ട് അടിച്ചു കൊല്ലാനാണോ? ഞാൻ നിന്റെ പേരിലൊരു ഒരു ഐലൻഡിലൊരു വീടങ്ങ് വാങ്ങി. വീടാ? ആ. ഏത് ഐലൻഡ്? എവിടെ? നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, എന്തേലും ഒരു ഗിഫ്റ്റ് വേണ്ടേ? ഏതാ? കാണിച്ചു തരാം. ശരിക്കും വാങ്ങി. വാങ്ങാനുള്ള പൈസ എവിടുന്നാ? എന്റെ അങ്ങനെയല്ല, നീ പേടിക്കണ്ട. എന്റെ അക്കൗണ്ടിലെ 10,000 കോടിയോളം ഉണ്ട്, മനസ്സിലായോ ലോറ? ഈ ഐലൻഡ് കറന്റ് ഇപ്പൊ പെർമിഷൻ എനിക്ക് നിനക്ക് മാത്രമേ ഉള്ളൂ. ഈ ഐലൻഡില് പിന്നല്ല. പേരെന്താണ്? അത് റിസോർട്ടിന്റെ പേരാണ്. പോയി കേറൂ.
ഹെൽത്തി ഹെൽത്തി. എടീ മൂദേവി വാ ഇങ്ങോട്ട്. കണ്ണാപ്പി ഫ്രണ്ടിൽ നിന്നെ വെച്ചേക്കുന്നു വാഴ. കണ്ണാപ്പി ഇങ്ങ് വാ, ഇങ്ങ് വാ. ഇവിടെ ഒന്ന് നിന്നേ. എന്തേ ദേ ഒരമ്മ മറ്റേ മക്കളെ പോലെ. ആര് നീയും വാഴയോ? അല്ല നീയും വാഴയും. ചെന്നിക്ക്. നിന്റെ അച്ഛന്റെ ഒരു ഫോട്ടോ വെക്കുന്നുണ്ട് ഇവിടെ. ഒരു കൊരങ്ങന്റെ സ്റ്റാച്ചു വെക്കുന്നുണ്ട്. നിന്റെ അച്ഛന്റെ ഒരു ഫോട്ടോ വെക്കുന്നുണ്ട് ഉടനെ ഇവിടെ. വെക്കാനെങ്കിൽ എനിക്ക് തന്തയുണ്ട്. ഭാഗ്യം ഇല്ലാത്തവന്മാരിങ്ങനെയൊക്കെ നടക്കും. വിഷമായ നമ്മള് ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? നിനക്ക് നിന്റെ അച്ഛൻ പറഞ്ഞ എന്റെ അച്ഛൻ, എന്റെ അച്ഛൻ പറഞ്ഞ നിന്റെ അച്ഛൻ. അങ്ങനല്ലേ? നീ വേണ എന്റെ അച്ഛൻ അച്ഛൻ വിളിച്ചോ. അതിലും ഭേദമടി ഞാൻ വഴി പോകുന്ന പട്ടേ തെരുവട്ടി അച്ഛാന്ന് വിളിക്കുന്നത്, മനസ്സിലായടി? അയ്യാ നിന്റെ അച്ഛൻ കള്ളൻ. എടി കള്ളൻ. നിന്റെ അച്ഛനെ മറ്റേ റബ്ബർ ഷീറ്റ് കട്ടോണ്ട് പോയി ജയിലിൽ പിടിച്ചിട്ടവനല്ലേ അടി നിന്റെ അച്ഛൻ. കള്ളൻ കള്ളൻ കള്ളന്റെ മോള്. നീ പോടാ. പിന്നല്ല അച്ഛനൊരു അബദ്ധമൊക്കെ പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ ക്ഷമിച്ചു കൊടുക്കണം. നമ്മൾ മക്കളല്ലേ ഇതൊക്കെ ക്ഷമിക്കണ്ടേ? അല്ല പിന്നെ വാ ഇങ്ങോട്ട് വാ. പെട്ടെന്ന് വരുന്നുണ്ടോ? പോയിട്ട് നീ ധൃതിയുണ്ട്. പിന്നെ ഇവിടെ കണ്ട കൂട്ടുകാരെയും ഇതിനെ വിളിച്ചോണ്ട് വന്നേക്കരുത്. ഇത് നിനക്ക് വേണ്ടി ഞാൻ മേടിച്ച, നിനക്ക് മാത്രം വരാം. നമ്മുടെ ഐലൻഡോ? എന്റെ ഐലൻഡ്. അത് നമ്മുടെ പെട്ടത് നമ്മുടെ ഇല്ല. അതിജീവനോ മോട്ടർ സൂപ്പർ ചാറ്റ്. കള്ളം ഇങ്ങോട്ട് പാടി. ഒന്നും രണ്ടും പറഞ്ഞിരിക്കാതെ അതല്ല അതൊന്നും അല്ല. എനിക്ക് കറക്റ്റ് ആണ്. നിന്റെ ഡബിൾ വീടാന്ന് തോന്നുന്നു. ഇതാന്ന് തോന്നുന്നു. ഇങ്ങനെ ഇതാണോ അതിന്റെ അപ്പുറമാണോന്ന് പറഞ്ഞു. ഇതാന്ന് തോന്നുന്നു. ഏണിയുണ്ട്. അതെ ഈ ഇതിന്റെ ബാക്കില്, ഈ റിസോർട്ടിന്റെ ബാക്കില്. അതെ ഇങ്ങോട്ട് വന്നാ മതി. സബുലു സിറ്റിയിലുണ്ടോ? നമ്പർ എത്ര? നമ്പർ 49. അയ്യോ ചോറേ. ഹലോ ചത്ത. വിളിച്ചാവാതിരിക്കാൻ അവിടെ പോയി. അറിയാതെ വീണതായിരിക്കല്ലേ? അറിയാതെ മനഃപൂർവ്വമല്ല. പിന്നെ കണ്ട പൊമ്പിള്ളേർ എടുത്ത് കഴിയുമ്പോ കൂടത്തിരുത്തിയാണ് ഞാന്. ഞാൻ ഗോള് കംപ്ലീറ്റ് ആക്കി. പിന്നെ അല്ല അത്രേ ഉള്ളു. അതിലാരും ഏത് പെതുക്കെ താഴോട്ടിറങ്ങാം. അത് കണ്ടവന്റെ റിസോർട്ടാ. താഴോട്ടിറങ്ങിയിട്ട് നേരെ ഐലൻഡിന്റെ ഇത് കാണും, തീരം കാണും. ആ തീരത്തോട്ട് നടന്നിട്ട് പഴയ പോലെ ഓടിക്കറിയുക. ഞാൻ എടി അത് കണ്ടവരുടെ വില്ലയാന്ന്. അതെ ഞാൻ കണ്ടു നിന്നെ. പിന്നെ കണ്ടോന്റെ വില്ല. നീയല്ലേ പറഞ്ഞ ഈ ഐലൻഡ് നമ്മുടെ സ്വന്തമാണ്. ഐലൻഡ് നമ്മുടെ സ്വന്തം ഒന്നും അല്ല. വില്ല ഇതിലൊരു വില്ലയാണ് നമ്മുടെ സ്വന്തം. 1000 കോടി വരും വില്ലക്ക്. ഡബിൾ വീട് വരുന്ന വില്ലയാണെങ്കിൽ ഇവിടെല്ല തിരിച്ചു കിടക്ക് ആ ഐലൻഡ് ഉള്ള സ്ഥലത്ത്. നീയേ വില്ല ഏതാന്ന് പറ, ഞാൻ നീന്റെ അതിന്റെ പുറകെ വരാം. എന്തേ നീ ഇവിടെ ഉണ്ടായിരുന്നില്ല?
ഇതിലേതേലും ഒരെണ്ണം തുറന്നു നടക്കുവോ? എല്ലാ ലോക്ക് കേട്ട പുള്ളി ഇതുപോലെ കൃത്യനിഷ്ഠത വേറെ ഇല്ല കേട്ടോ. ഹലോ 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 ദൈവമേ, ഹലോ ദൈവമേ, ഒരു ആർപിയാനാണ് ദൈവമേ. ഇതിൽ ഒരെണ്ണം അൺലോക്ക് ചെയ്ത് തരും, ഒരു ഒറ്റെണ്ണം. എന്നിട്ട് ഇത് പോകുമ്പോ ഒന്ന് ലോക്ക് ചെയ്തോ. ആ സബ്ഗ്രു ബ്രോ സിറ്റി ഇല്ലാത്തോണ്ടാ, ഉണ്ടായിരുന്ന സീനിലായിരുന്നു. ചെയ്തേക്കോ ഇതൊന്ന് അൺലോക്ക് ചെയ്യോ. ഹലോ ഹലോ ആ ലോറ, നമ്മുടെ വില്ല ഏതാന്ന് കണ്ടുപിടിച്ചോണ്ടിരിക്കുക. ഞാൻ കറക്റ്റ് മറന്നു. ഇങ്ങോട്ട് വന്നേ. എല്ലാ വീടിന്റെ വാതിൽ പോയി തട്ടാവാ. ആ ഈ സിംഗിൾ വില്ലക്ക് 1000 കോടിയേ ഉള്ളു. ഞാൻ എടുത്തത് ഡബിൾ വില്ലായി. ഇത് തന്നെ നമ്മുടേത്. ഇതൊന്ന് ലോക്കാക്കിക്കേ. ലോക്ക് തുറക്കാം. ഒറ്റ മുറിയേ ഉള്ളൂ. പിന്നല്ലാതെ എന്നാ തുറന്നിട്ടുണ്ട്. അടുക്കളയൊന്നും ഇല്ല ഇവിടെ. ഒന്നില്ല. അടുക്കള എന്തിനാ? അടുക്കള ഉണ്ട്. പിന്നെ അതെ ഇത് അടുക്കളയാ ഈ കാണുന്നത്. ഇങ്ങോട്ടോ, ഇത് അടുക്കളയാ. ഇത് ഒരാൾക്ക് ഇതാക്കാനുള്ളത് പോരെ, മനസ്സിലായോ? പിന്നെ ഒരു ജസ്റ്റ് ഒരു ഇത് ഡൈനിങ് ഏരിയ, പിന്നെ ഇതൊരു ഷവർ റൂം. ഒരു കപ്പിൾസിന് താമസിക്കാനുള്ളതാണ് മോസ്റ്റ്ലി ഇത്. നിനക്ക് പെണ്ണില്ലല്ലോ, എന്താ എടീ എനിക്കല്ല നിനക്കല്ലേ ഇത്. നിനക്ക് ചെക്കനും ഇല്ലല്ലോ നീ. പിന്നെ 2 ബാത്റൂമാണ്. അത് ഷവർ ബാത്റൂം. ഇത് ബാത്ടബ്. ബക്കറ്റ് കോരി കുളിക്കുന്നത് നിനക്കൊക്കെ എന്ത് ബാത്ടബ്? എന്നെ കൊണ്ട് കേട്ടല്ല. ബാത്ടബ് ജീവിതത്തിൽ ആദ്യമായിട്ടാണോ കാണുന്നേ? പിന്നെ പൊന്തക്കാട്ടി പോന്ന നീയല്ലേ ഈ പറയണേ. എന്നെ കൊണ്ടൊന്നും പറയിക്കില്ലേ. ഇത് പൂള്. ഇതില് നമുക്ക് അതുകൊണ്ടല്ല, ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം വരുത്താൻ പറ്റും. അത് വന്നില്ല, അത് വരുന്നേ ഉള്ളു. ഇവിടെ ഈ ലൈറ്റിന് ഇപ്പുറത്തായിട്ട് ഓപ്ഷൻ പോലെ വരും ഇങ്ങനെ ഈ മസിൽ കേൾക്കുമ്പോ. അപ്പം ആ ഓപ്ഷൻ വെള്ളം ഇല്ല. പിന്നെ ഇവിടുന്ന് ചാടി കഴിഞ്ഞാൽ കേറാൻ തലച്ചോറുമില്ല, പൂളില് വെള്ളവും ഇല്ല. എന്തോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? ഒരാള് ഗിഫ്റ്റ് തരുമ്പോഴത്തേക്ക് ആളെ കളിയാക്കൊണ്ടിരിക്കും. പറ, ഇഷ്ടപ്പെട്ടോ ഇല്ല വില്ല? ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. 5000 കോടിക്ക് ലേലം വിളിച്ചാണ് ഞാൻ ലോറയ്ക്ക് വേണ്ടി മേടിച്ചത്. നമുക്ക് അറിയാവുന്ന പുള്ളി ആയതുകൊണ്ട് ആ പ്രൈസ്. 5000 കോടി ഇതിന് പ്രൈസ്. ഇപ്പൊ ഈ വില്ല മാത്രം ലോറയുടെ ആണ്. സൂൺ ഇതില് ബാക്കി ബിൽഡിങ്സ് എല്ലാം ഓപ്ഷന് വരും. എന്നുവെച്ചാ സിംഗിൾ ഈ ബിൽഡിംഗ് വരുന്ന 5000 കോടിക്കാ. ചില ബിൽഡിംഗ് 1000 കോടി, ചില ബിൽഡിംഗ് 5000 കോടിക്ക്. ഇത് ബിൽഡിംഗ് പോകുന്നതിന് മുമ്പേ ഞാൻ ആ പുള്ളിയുടെ ഒരെണ്ണം മേടിച്ച. ഇത്രയും പൈസ എന്തിനാ കണ്ണാപ്പി കളഞ്ഞേ? ഫ്രണ്ട് അല്ലല്ലോ പറ. ഫ്രണ്ട്സിന് ഇങ്ങനെ പൈസ മുടക്കുന്നതിന് എന്താണ് കുഴപ്പം? കണ്ണാപ്പി നിന്നെ കരയിക്കും കേട്ടാ. ഞാൻ ഇച്ചിരി ഇമോഷണൽ ആയി പോവും. ആരെങ്കിലും വാങ്ങിയൊന്നും തന്നിട്ടില്ല. അയ്യോ അങ്ങനെ ഇതൊക്കെ എന്ത് ലോറ 1000 കോടി എന്നൊക്കെ പറഞ്ഞത് എന്റെ ഈ മുടി ഒരെണ്ണം പറിച്ചു കളയുന്നല്ലേ എനിക്കുള്ളു. ലോറ ഇമോഷണൽ എന്നാണ് ഇമോഷണൽ ആവാൻ വേണ്ടിയൊന്നുമില്ല. ലോറ ഹാപ്പി ആയിട്ടിരുന്നാ മതി. ഹാപ്പിയായി. വാ, ഇഷ്ടപ്പെട്ടു. ഞാൻ താക്കോല് കൈമാറുന്ന പ്രൊസീജിയർ ഞാൻ ഉടനെ സെറ്റ് ചെയ്യാവേ. മതി. കേറിക്കോ, ഇറങ്ങിക്കോ. ഓക്കെ, വണ്ടി എടുത്തോട്ടോ. ഒറ്റ മിനിറ്റ് ഒന്നേ ഒക്കെ. ദൈവം ഇജാതി ടൈമിങ് കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. ധാരാളം. ദൈവത്തിന്റെ പേരെന്താ? ഓ താങ്ക് യു സോ മച്ച് ചേട്ടാ. ശരി. ഇത് ടൈമിങ്ങാടാ ദൈവം. ഇജാതി സപ്പോർട്ടുള്ള ദൈവം. ഒരു ഗിഫ്റ്റ് ഒക്കെ തരുമ്പോ ഞാൻ ഒരു അഗ്ഗയിലും പ്രതീക്ഷിച്ചില്ല. പറ ഹഗ്ഗല്ലേ കണ്ണാപ്പി?
വേണ്ട. കേക്കുന്ന ഇനി എനിക്ക് വേണ്ട. അയ്യോ ഹജ്ജരല്ലേ വിളിച്ച്. പിന്നെ കേക്കുന്നുണ്ടാ? ആ കേക്കാം. കണ്ണാപ്പിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്തുവാ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളോ? പൊതിച്ചോറായിരിക്കും തല വെച്ച് നടക്കുന്നത്. പറയണാപ്പി എന്താ ഏറ്റവും ഇഷ്ടമുള്ളേ? എനിക്ക് മന്ദബുദ്ധി പെമ്പിള്ളാരെ നിന്നെ പോലുള്ള പോടിയെന്ന്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ്? എനിക്ക് അങ്ങനെ ഏറ്റവും ഇഷ്ടമായിട്ടൊന്നുമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതൊന്നും നിനക്ക് തിരിച്ചു തരാനും പറ്റത്തില്ല. പറ എന്നാലും ഏറ്റവും ഇഷ്ടമുള്ള എന്തുവാ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ ഈ ആക്സസറീസ് കാറ് അങ്ങനത്തെ പൈസ വെച്ചാണോ? എന്താ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇപ്പൊ കറന്റ് സിറ്റിയിൽ എന്റെ ഗ്യാങ് ആണ്. അതെനിക്ക് തരാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞാ അത് എന്റെ ഇഷ്ടമൊന്നും ലോറയ്ക്ക് ഫുൾഫിൽ ചെയ്ത് തരാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വള്ളി ടീംസ് എന്ന് പറഞ്ഞൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. ഒരു കൂട്ടം 4 പേര്. അവരൊരുമിച്ചിട്ട് ഇപ്പൊ കൊറേ നാളായി. അവരൊരുമിച്ച് കാണുന്നുണ്ട്. അതാരാ? എന്തിനാണ് അത്? ബോബോയ്, മാമൻ, ഞാന്. ആ കൂട്ടം ഒരുമിച്ച് കൂടിയാലേ സിറ്റി ആക്കാണ്ട കിടുകിടാന്ന് വിറയ്ക്കും. ബോബോയ്, ഞാന്, മാമന്, ബോബ്. അതല്ലാതെ എന്താ നിനക്ക് ഇഷ്ടം? അത് കഴിഞ്ഞ ഇഷ്ടം എനിക്ക് കാർസിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാറല്ല, എനിക്ക് H2R ഭയങ്കര ഇഷ്ടമാണ്. ബൈക്ക്. ഇവിടെ എന്താ ആൾക്കാരൊന്ന്? നമ്മളിവിടെ അല്ലല്ലോ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്ത്. അപ്പുറ സൈഡല്ലേ? അപ്പുറ സൈഡാ. വാ. കേറി. ഇതെന്ത് പണ്ട് ഈ ബസ്സിലൊക്കെ ആൾക്കാര് വിളിച്ചറിയുന്നല്ലേ? ഓ, നിന്നെ കണ്ടിട്ട് ലോക്കൽ ലുക്ക് ഉള്ളല്ലോടി. അപ്പൊ ബസ്സിൽ കയറുന്ന എടുത്തായിട്ട് വേണമെന്നുള്ളത്. ബസ്സിൽ കയറുന്ന നീ കാറിൽ കയറുന്നില്ലടി. കേട്ടോടി പന്തമുത്തി മൂദേവി. അതെന്താ അങ്ങനെ തോന്നുന്ന? ഒരു ലോക്കലിനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. നീ ഇവിടുത്തെ ഏറ്റവും ലോക്കലല്ലേ? അപ്പൊ നീ ഞാൻ ലോക്കലാടി. തനി കൂറയാടി. ഞാൻ ചെറ്റയാടി. കൂലോ ചെറ്റേ. ലോക്കലെന്നറിയടാ, കൂതറെന്നറിയടാ, അറിയാടാ ചെറ്റേ. പിന്നെ നമ്മുടെ അന്നത്തെ ചലഞ്ച് എന്തായി? അല്ലും നോക്കിയോ? അങ്ങനെ നോക്കിയൊന്നുമില്ല. പ്രപ്പോസലൊക്കെ വന്ന് അതൊന്നും എന്നോട് പറഞ്ഞിട്ടല്ലോ. വിശദമായിട്ട് നമുക്ക് സംസാരിക്കാനെ കുറിച്ച്.